വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങുമ്പോൾ നന്നായിട്ട് പുഴുങ്ങിയിട്ട് വേണം എടുക്കാൻ. നന്നായിട്ട് പുഴുങ്ങിയ മുട്ട ഇതുപോലെ ഒരു കത്തി വെച്ചൊന്ന് വരഞ്ഞു കൊടുക്കണം. ഇവിടെ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇവ ചേർത്ത് കൊടുക്കാം. പൊടിയൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ വരഞ്ഞു വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്കിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മുട്ട ഒരുപാട് സമയം ഇതുപോലെ അടുപ്പത്ത് വയ്ക്കേണ്ട ആവശ്യമില്ല. 1-2 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്ക് ഈ മുട്ടയിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിച്ചു കിട്ടും. അടുത്തതായി മുട്ട കറി വെക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറുവാപ്പട്ട, ഗ്രാമ്പു, ഏലക്ക ഇവ ചേർത്ത് കൊടുക്കാം. ഒരുപാട് സമയം അടുപ്പത്ത് വെച്ച് മൂപ്പിക്കേണ്ട ആവശ്യമില്ല. ഉടനെ തന്നെ ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തതിന് ശേഷം 1 മിനിറ്റിനകം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടെ ചേർത്ത് കൊടുക്കാം. സവോള ചേർത്ത് ഉടനെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഈ ഇഞ്ചിയൊക്കെ അടിക്ക് പിടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. 4 പച്ചമുളക് നടുവേ മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്ന് വരുന്ന സമയമാകുമ്പോഴേക്ക് ഇതിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് തേങ്ങ ചിരകിയത്, തേങ്ങാപ്പാൽ 1-ാം പാലും 2-ാം പാലും എടുത്തിട്ടുണ്ട്. കുറച്ച് കാഷ്യൂനട്ടും കസ്കസും എടുത്തിട്ടുണ്ട്. ഇത് ഈ കറിയുടെ ടേസ്റ്റ് കൂട്ടാനും കൊഴുപ്പ് കൂട്ടുന്നതിനും വേണ്ടിയിട്ടാണ്. കുറച്ച് തേങ്ങ ചിരകിയതും കാഷ്യൂനട്ടും കസ്കസും കൂടെ മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഈ സമയമായപ്പോഴേക്ക് സവോളയൊക്കെ ഇവിടെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് പച്ചമുളകിൻ്റെയോ മുളക് പൊടിയുടെയോ അളവ് കൂട്ടിക്കൊടുക്കാം. ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പൊടി ഒന്ന് മൂക്കുന്നത് വരെ ഇളക്കി കൊടുക്കാം. പൊടി ചേർത്തതിന് ശേഷം ഏറ്റവും ചെറിയ തീയിലിട്ടിട്ട് വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ. പൊടിയൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. മസാല പുരട്ടി വെച്ചിരിക്കുന്ന മുട്ട ഇപ്പോൾ തണുത്തിട്ടാണ് ഇരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ ഈ മസാല ഇനിയും മൂത്ത് പോകാതെ ഇരിക്കും. അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ മസാലയൊക്കെ ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും അരച്ച് വെച്ചിരിക്കുന്ന ആ കാഷ്യൂനട്ടിൻ്റെയും തേങ്ങയുടെയൊക്കെ കൂട്ടും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനെയൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ കൂട്ടും ഒന്ന് സെറ്റായിട്ട് കിട്ടുമ്പോൾ ഇതിലേക്ക് 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം മാത്രമേ 2-ാം പാൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കാഷ്യൂനട്ടും കസ്കസും കൂടി ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ മുട്ടക്കറിക്ക് നല്ല കുറുകിയ ചാറ് കിട്ടും. അപ്പത്തിനും ചപ്പാത്തിക്കും പൂരിക്കുമൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ മുട്ടക്കറി. ഇവിടെ ഇപ്പോൾ 2-ാം പാൽ ചേർക്കേണ്ട സമയമായിട്ടുണ്ട്. 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. 2-ാം പാൽ ചേർത്ത് തിളച്ച് വരാൻ തുടങ്ങുമ്പോഴേക്ക് തീ ഓഫ് ചെയ്ത് 1-ാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് മുട്ടക്കറി ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.